മേയർ കേൾക്കാമെങ്കിൽ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വളരെ പ്രാഥമികമായി കിട്ടുന്ന പ്രാദേശികമായി കിട്ടുന്ന വിവരങ്ങൾ? ഇത്ര വലിയ അപകടം നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലോ. വളരെ ദാരുണമായൊരു സംഭവമാണ് ഇന്നിവിടെ സംഭവിച്ചേക്കുന്നത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിമരുന്ന് ശാലയിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഇനിയും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. വെടികൾ ഇനിയും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ രക്ഷാപ്രവർത്തനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഈ പുകയും തീയും കാരണം കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ആ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. തടസ്സങ്ങൾ നേരിടുന്നു. 4 പേരോളം നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഫയർഫോഴ്സുകാർ അവരവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. വെള്ളമടിക്കുന്നുണ്ട്, തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാമെന്ന് വിചാരിക്കണം ഞാൻ വെടിപ്പൊട്ടുന്ന ശബ്ദം. ഇവിടെ അപകട സ്ഥലത്ത് വന്ന് ഞങ്ങളോട് എല്ലാവരോടും അവിടെ നിന്ന് കുറച്ചധികം ദൂരത്തേക്ക് മാറി നിൽക്കാനുള്ള നിർദ്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ അപകട സ്ഥലത്ത് നിന്നിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പോഴും ഈ ശബ്ദം കാണാം അല്ലെ? ഞാൻ നേരത്തെ കാണുകയായിരുന്നു. ശബ്ദം കേൾക്കാൻ നമുക്ക് തീ കത്തുന്നത് കാണാനും സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഫയർഫോഴ്സുകാർ അവർക്ക് പറ്റാവുന്ന വിധത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീയും പുകയും കാരണം അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. വെടികൾ വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും എന്നുള്ളത് തന്നെയാണ് തൃശൂർ മേയറാണ് നമ്മളോട് നുചി ജസ്റ്റിൻ സംസാരിച്ചത്.